പ്രവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ കേരള ഗൾഫ് യാത്രാ കപ്പൽ സർവീസിന്റെ സാധ്യതകൾ തേടി കേരള മാരിടൈം ബോർഡ് കൊച്ചിയിൽ സംഘടിപ്പിച്ച ആദ്യഘട്ട ചർച്ചയിൽ ശുഭപ്രതീക്ഷ. സിംഗപ്പൂർ, ഗുജറാത്ത്, മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 കപ്പൽ കമ്പനികൾ അതീവ താൽപര്യം പ്രകടിപ്പിച്ചു. ഇവർ ഏപ്രിൽ 22-ന് മുമ്പ് താൽപര്യപത്രം നൽകുമെന്നാണ് സൂചന. ഒന്നിലേറെ കമ്പനികൾ സർക്കാരിന്റെ നയം അംഗീകരിച്ചാൽ അവർക്കെല്ലാം അവസരം നൽകിയേക്കും. അങ്ങനെ വരുമ്പോൾ കപ്പൽ സർവീസിന്റെ എണ്ണവും കൂടും. പ്രവാസികൾക്ക് ഓണസമ്മാനമായി കപ്പൽ സർവീസ് തുടങ്ങണമെന്നതാണ് പിണറായി സർക്കാരിന്റെ ആഗ്രഹം. കപ്പൽ സർവീസ്, വിനോദസഞ്ചാരം, ചരക്കുഗതാഗതം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള 20ഓളം കമ്പനികളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. സാധാരണക്കാരായ പ്രവാസികൾക്ക് വിമാനയാത്ര കൂലിയേക്കാൾ താഴ്ന്ന നിരക്കിൽ യാത്ര ചെയ്യാവുന്ന സർവീസാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള അറിയിച്ചു. ഗൾഫിൽ നിന്ന് 3-4 ദിവസം കൊണ്ട് വിഴിഞ്ഞം, ബേപ്പൂർ, കൊല്ലം, അഴീക്കൽ തുറമുഖങ്ങളിൽ എത്താവുന്ന വിധം സർവീസ് ക്രമീകരിക്കലാണ് ലക്ഷ്യം. സർക്കാരിൽ നിന്ന്, മാരിടൈം ബോർഡിൽ നിന്നും ലഭ്യമാക്കുന്ന സഹായങ്ങൾ കമ്പനികളെ അറിയിച്ചു. KSINC മാനേജിംഗ് ഡയറക്ടർ R. ഗിരിജ, കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ MD ഡോക്ടർ K. മനോജ് കുമാർ, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കോഓർഡിനേറ്റർ K. രൂപേഷ് കുമാർ, കൊച്ചി തുറമുഖ അതോറിറ്റി ട്രാഫിക് മാനേജർ ബിപിൻ R. മേനോത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. K കപ്പൽ എന്നോ K ഷിപ്പ് എന്നോ പദ്ധതിക്ക് പേരും നൽകിയേക്കും. 20ഓളം കമ്പനികളുടെ പ്രതിനിധികളാണ് ഇന്നലെ കൊച്ചിയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത്. തുടക്കത്തിൽ 10,000 രൂപയാകും യാത്രാ നിരക്ക്. കപ്പൽ സർവീസ്, വിനോദസഞ്ചാരം, ചരക്കുഗതാഗതം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള കമ്പനികളാണ് മാരിടൈം ബോർഡിന്റെ ചർച്ചയിൽ പങ്കെടുത്തത്. കോഴിക്കോട് നിന്ന് ദുബായ് തുറമുഖം വരെ 3 ദിവസം കൊണ്ടും, കൊച്ചി വഴി ചുറ്റിയാണെങ്കിൽ 3.5 ദിവസം കൊണ്ടും പൂർത്തിയാകുന്ന രീതിയിൽ കപ്പലിന് സർവീസ് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പദ്ധതിയുടെ വിശദാംശങ്ങളുമാണ് ഇന്നലെ നടന്ന ചർച്ചയിലുണ്ടായത്. 10,000 രൂപയിൽ താഴെ ടിക്കറ്റ് നിരക്കിൽ കേരള ഗൾഫ് യാത്ര സാധ്യമാകുമെന്നാണ് യോഗത്തിൽ പങ്കെടുത്ത മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ചെയർമാൻ CE ചാക്കുണ്ണി പറഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ സർവേയിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായതും. ഈ നിരക്കിൽ യാത്ര സാധ്യമായാൽ കപ്പൽ സർവീസ് വലിയ വിജയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ 20,000 രൂപയെങ്കിലും ടിക്കറ്റ് നിരക്ക് വേണ്ടി വന്നേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. സംസ്ഥാനത്തെ 4 തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പ്രാഥമിക ഘട്ട ചർച്ചകൾ നടക്കുന്ന പദ്ധതിയിൽ കൊച്ചിക്കും സാധ്യതയേറുന്നു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാന തുറമുഖം എന്ന നിലയിൽ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്കു നീക്കത്തിലും മുന്നിലായതിനാൽ കൊച്ചിയിൽ നിന്ന് സർവീസ് ആരംഭിക്കാൻ കപ്പൽ കമ്പനികൾ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷ. യാത്രക്കാരെ കൂടാതെ ചരക്കു നീക്കത്തിനു കൂടി സജ്ജമാക്കിയാൽ സർവീസ് ലാഭത്തിൽ നടത്താനാകുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നുണ്ട്.